ഇതെന്താ പരിപാടി? ജപ്പാനിൽ പോലും ഇത്രയും ബ്ലർ ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ദീനീ ബോധമുള്ള ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കേണ്ട വല്ല അത്യാവശ്യമുണ്ടോ? അപ്പോൾ പിന്നെ ഇത് ചെയ്യാതിരുന്നൂടെ? ഓൾറെഡി ഇസ്ലാമിൽ സ്ത്രീകൾക്ക് നിഷ്കർഷിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്തിട്ടിരുന്നാൽ പോരെ? ആരാ നിർബന്ധിക്കുന്ന ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? ആ പർദ്ദയൊക്കെ ഇട്ടിട്ട് ആ വീട്ടിലെങ്ങാനും ഇരുന്നാൽ പോരെ? ഇത്രയും കഷ്ടപ്പെട്ട് ഡാൻസ് റെക്കോർഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് ബ്ലറാക്കി ഇൻസ്റ്റാഗ്രാമിലിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒന്നുകിൽ ആ പറയുന്നത് പോലത്തെ കാര്യങ്ങൾ ചെയ്യുക, അതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് എങ്കിൽ. അല്ലെങ്കിൽ പിന്നെ മര്യാദയ്ക്ക് എല്ലാ മനുഷ്യന്മാരെയും ഒരേപോലെ കണ്ടിട്ടുള്ള പരിപാടി ചെയ്യും. ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് നമ്മൾ അവിടേക്ക് പോയിട്ടുമില്ല എന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു എന്നുള്ള പരിപാടി ഉണ്ടല്ലോ. ഇത് ആളുകളെ, ഈ കാണുന്ന ആളുകളെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ടുള്ള. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക എങ്കിൽ പിന്നെ ഈ ബ്ലർ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ്? നമ്മളപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി അങ്ങോട്ട് അകത്തോട്ട് ചെന്നിട്ട് ഒക്കെ എടുത്തുകൊണ്ട് പോരും. ഇത്രയ്ക്കും സങ്കുചിതമായിട്ടുള്ള മനസ്സുള്ള ആൾക്കാർ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്? അതിട്ട് ഡാൻസ് കളിച്ചാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. കുറച്ചുകൂടി ദീനീബോധമുള്ള ആളാണെന്നുള്ള കമൻറ്റുകൾ നാട്ടുകാർ നിന്ന് കേൾക്കുകയും ചെയ്യും. ഒന്നില്ലെങ്കിൽ അപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്ത്. ഈ നടുവിലൂടെയുള്ള പരിപാടി ഉണ്ടല്ലോ, ഈ ബ്ലർ പരിപാടി, അത് ആർക്കും അത്ര നല്ലതിനല്ല.